ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASB അക്കാഡമി. എല്ലാവർക്കും ASB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മുടെ NTPs ഓൾറെഡി അറിയില്ല, നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ആപ്ലിക്കേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ ഓൾറെഡി ഇതിനൊക്കെ അയച്ചു കഴിഞ്ഞ് കാണും. അപ്പോൾ പലർക്കും വരുന്ന ഈ ഗ്രാജുവേറ്റ് ലെവൽ വരുമ്പോഴത്തേക്ക് പലർക്കുള്ള ഒരു കൺഫ്യൂഷൻ ആണ് എക്സാം എങ്ങനെയാണ് അല്ലെ. ഓൾറെഡി നമ്മുടെ ടയർ 1 ടയർ 2 എക്സാംസ് ഒക്കെ ഈ ഇയറിലും കഴിഞ്ഞ ഇയറിലും ഒക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. പക്ഷേ ഫ്രഷേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നൊരു സംശയമാണ് നമുക്ക് ഈ പറയുന്ന പോലെ NTPsയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എത്ര ലെവലിൽ നമുക്ക് എക്സാംസ് വരുന്നുണ്ട്, ആൻഡ് ഈവൻ നമ്മൾ ഏത് ചൂസ് ചെയ്താലും, നമ്മൾ ഇത്രയും പോസ്റ്റുകൾ വന്നിട്ടില്ല, ഏത് ചൂസ് ചെയ്താലും എക്സാം ഒരുപോലെയാണോ അല്ലെങ്കിൽ ഒരേ ലെവലിലാണോ നമുക്ക് എക്സാംസ് വരുന്നത്, പലർക്കും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നോർമലൈസേഷൻ ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. സോ ഒരു എക്സാം പാറ്റേൺ എങ്ങനെ വരും, ഏതൊക്കെ സ്റ്റേജുകളിലായിട്ടാണ്, ഇനി ഏതെങ്കിലും എക്സാംസിന് ഏതെങ്കിലും പോസ്റ്റുകൾക്ക് എക്സെപ്ഷൻസ് സെപ്പറേറ്റ് എക്സാംസ് വരുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു ASB അക്കാഡമി വൺസ് അഗൈൻ. അതിന് നിങ്ങൾക്ക് അറിയില്ല, ഇത്രയും പോസ്റ്റുകളാണ് വരുന്നത് അല്ലെ. ഗുഡ്സ് ട്രെയിൻ മാനേജർ, അതുപോലെ ജൂനിയർ അക്കൗണ്ടന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, സ്റ്റേഷൻ മാസ്റ്റർ, ടിക്കറ്റ് സൂപ്പർവൈസർ, ട്രാഫിക് അസിസ്റ്റന്റ് അല്ലെ. ഇത്രയും വേക്കൻസീസ് ആണ്, ഇത്രയും പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വേക്കൻസീസും കാര്യങ്ങളും വന്നിരിക്കുന്നത് അല്ലെ, ഗ്രാജുവേറ്റ് ലെവലിൽ. അങ്ങനെ ടോട്ടൽ 5810 വേക്കൻസിയാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എക്സാംസ് വരുമ്പോഴത്തേക്ക് ഏതൊക്കെ ലെവലുകളിലാണ് എക്സാംസ് നടക്കുന്നത്, വിച്ച് മീൻസ് എല്ലാത്തിനും നമുക്കറിയില്ല, ഇത് ഓരോ നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെന്റ് പേ സ്കെയിലും ജോലിയുടെ സ്വഭാവം എല്ലാം വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിനനുസരിച്ച് എക്സാമിന്റെ സിലബസിലോ അല്ലെങ്കിൽ എക്സാമിന്റെ പാറ്റേണിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ്, എവിടേക്കാണ് എക്സെപ്ഷൻ വരുന്നത്, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. പക്ഷെ ആദ്യം തന്നെ നിങ്ങൾ അറിയേണ്ടത്, നമുക്കറിയാലോ മെയിൻ ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് 2 ലെവൽ എക്സാംസ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഒരു ഫസ്റ്റ് സ്റ്റേജ് നമുക്കറിയാം, നമുക്ക് ടയർ 1 എക്സാംസ് ടയർ 2 എക്സാംസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലെ. നമുക്ക് ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് അറിയില്ല, സിംഗിൾ രജിസ്ട്രേഷൻ ആണ്. നമുക്ക് ഈ പറഞ്ഞ സിംഗിൾ രജിസ്ട്രേഷൻ, നിങ്ങൾ എത്ര ലെവൽ എക്സാംസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓരോന്നിനും സെപ്പറേറ്റ് രജിസ്ട്രേഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. ഓക്കെ, നിങ്ങൾ ഓരോ തവണ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്കുള്ള റിക്രൂട്ട്മെന്റും കാര്യങ്ങളും എല്ലാം മെയിൽ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വരുന്നതായിരിക്കും. സോ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ വരുന്നത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു ഫസ്റ്റ് ടയർ 1 എക്സാംസ് അല്ലേ, 2 സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് അടക്കം, CVTs അടക്കം അല്ലെ. ഒരു ടയർ 1 ടയർ 2 നിങ്ങൾക്ക് എന്ത് കാണും, എക്സാംസ് കോമൺ ആയിട്ട് എല്ലാ എക്സാമിനും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ വരും അല്ലെ. ടയർ 1 എക്സാം ഉണ്ടാകും, ടയർ 2 എക്സാം ഉണ്ട്, അതെല്ലാ എക്സാമിനും നിങ്ങൾക്ക് എന്താണ്, കോമൺ ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBTs ആണ്. പക്ഷേ ചില എക്സാമുകൾക്ക് അതിനുശേഷം ഈ 2 സ്റ്റേജസ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും ഉണ്ടാവും, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടാകും. എല്ലാ എക്സാംസിനും ഉണ്ടോ, ഇല്ല, ആപ്ലിക്കബിൾ ആണ്. ചില എക്സാംസിന് ഈ 2 എക്സാമും കൂടെ എന്താണ്, വിച്ച് മീൻസ് എന്താണ്, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും അതുപോലെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും എന്ത് കാണും, ചില സ്പെസിഫിക് എക്സാംസിന് മാത്രം വരും. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും, നിങ്ങൾ ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. ദെൻ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, അതും എന്താണ്, എല്ലാത്തിലേക്കും വരുമ്പോഴത്തേക്ക് കോമൺ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ. സോ നമുക്ക് CBTs ഉണ്ട്, അത് എല്ലാത്തിനും കോമൺ ആണ്, 2 സ്റ്റേജ് നടക്കും. ദെൻ ചില സ്പെസിഫിക് ആയിട്ടുള്ളതിന് മാത്രം നമുക്ക് എന്താണ്, നമുക്ക് ടൈപ്പിംഗ് എക്സാമും കാണും, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, നടക്കുന്നുണ്ടായിരിക്കും. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്, CBT ആണ്, എന്താണ്, എല്ലാത്തിനും കോമൺ ആണ് അല്ലെ. ടയർ 1 എന്താണ്, ടയർ 1 എല്ലാ എക്സാംസിനും ഏത് പോസ്റ്റിനും എന്താണ്, കോമൺ ആണ്. ഡിഫറെന്റ് ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. സോ ഓഫ് കോഴ്സ് എന്താണ്, നമുക്ക് നോർമലൈസേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാറ്റേണിലാണ്. അല്ലെങ്കിൽ ടോട്ടൽ എത്രയാണ്, 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആൻഡ് എക്സാം ഡ്യൂറേഷൻ എത്രയാണ്. അപ്പൊ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ജനറൽ അവയർനെസ് 40 മാർക്സ് ആയിരിക്കും, മാത്സ് 30 മാർക്സ് ആയിരിക്കും, ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്സ് ആയിരിക്കും. ഇങ്ങനെ 3 പാർട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടയർ 1 എക്സാംസ് നടക്കുക. ഓക്കെ, ടയർ 1 എക്സാംസ് എന്നൊക്കെ അറിയാലോ, നോർമൽ പാറ്റേൺ തന്നെയാണ്. ഈ പറഞ്ഞ നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ടായിരിക്കും 1/3 അല്ലെ, 1/3 ആയിരിക്കും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും, സെക്കൻഡ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് നമുക്ക് വരുന്നുണ്ട്, നോർമലൈസേഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ദെൻ നടക്കുന്ന നമുക്ക് എന്തായിരിക്കും, സെക്കൻഡ് സ്റ്റേജ് എക്സാംസ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ഇത്രയും കാര്യങ്ങളാണ്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴും നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സിലബസ് നമുക്ക് ആക്ച്വലി എന്ത് വരുന്നില്ല, വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. പലർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും, നമ്മൾ ടയർ 1 ടയർ 2 എക്സാംസ് വരുമ്പോഴത്തേക്ക് സിലബസിൽ ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ അറിഞ്ഞിരിക്കേണ്ടായിരുന്നു, സിലബസിലല്ല ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, പക്ഷെ എന്തുകൊണ്ടായിരിക്കാം, ഡിഫിക്കൽട്ടി ലെവലിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ടയർ 1ന്റെ അതേ ഡിഫിക്കൽട്ടി ലെവൽ ആയിരിക്കില്ല നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് വരുമ്പോൾ, ടയർ 2ലേക്ക് വരുമ്പോൾ. സോ സെക്കൻഡ് സ്റ്റേജിലും ഈ പറഞ്ഞ പോലെ കോമൺ എക്സാം ആണ്. സെക്കൻഡ് സ്റ്റേജും ഇത് എന്ത് തന്നെയാണ്, എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. എല്ലാ പോസ്റ്റുകളിലേക്കും ടയർ 2 ടയർ 1 എല്ലാത്തിനും എന്താണ്, കോമൺ ആണെന്നുള്ളത് പറഞ്ഞിരിക്കുക. ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്. ഇത് നിങ്ങൾക്ക് എന്താണ്, കോമൺ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും, ഇവിടെയും വരുന്നത് ടോട്ടൽ എത്രയായിരിക്കും, 120 ക്വസ്റ്റ്യൻസ് വരും. മറ്റേടത്ത് 100 ആയിരുന്നു, ഇവിടെ 50
അല്ലെ? ഇവിടെ 50 മാർക്ക്. ജനറൽ അവയർനെസ് 50 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് വരിക. ആൻഡ് മാത്സ് ആണെന്നുണ്ടെങ്കിൽ 35 മാർക്കിനായിരിക്കും. മാത്സ് 35 മാർക്കിനായിരിക്കും. ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്കിനായിരിക്കും. അങ്ങനെ ടോട്ടൽ 120 മാർക്കിനാണ് നിങ്ങൾക്ക് എന്ത് നടക്കുക? ടയർ 2 എക്സാംസ് നടക്കുക. ഓക്കെ, ടയർ 2 എക്സാംസ് വരുന്നത് 120 മാർക്കിനാണ്. അല്ല, സിലബസിലല്ല ചേഞ്ചസ് വരുന്നത്. നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ലെവലിൽ പക്ഷെ എന്ത് വരും? ചേഞ്ചസും കാര്യങ്ങളും എല്ലാം വരും. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഞാൻ പറഞ്ഞില്ല, ഇതുവരെ എല്ലാ എക്സാമിനും കോമൺ ആണ്. ഇതുവരെ നിങ്ങൾക്ക് എല്ലാ എക്സാമിനും എന്താണ്? കോമൺ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ വരുന്ന പോലെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ മാർക്ക് വരുന്നത് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 40% ആണ്. ജനറൽ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 40% ആണ് നിങ്ങൾക്ക് ക്വാളിഫയിങ് മാർക്സ് ആയിട്ട് വരുന്നത്. ആൻഡ് EWS ആണെങ്കിൽ എത്രയായിരിക്കും? 40% തന്നെയാണ്. OBC ആണെന്നുണ്ടെങ്കിൽ 30% ആണ്. ആൻഡ് SC/ST കാറ്റഗറി ആണെങ്കിൽ 25% ആണ് എന്ത് വരുന്നത്? ക്വാളിഫയിങ് മാർക്സ് നിങ്ങൾക്ക് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ക്വാളിഫയിങ് മാർക്സ് നിങ്ങൾക്ക് വരുന്നത്. സോ ഇനിയാണ് നമുക്ക് അല്ലാത്ത എക്സാംസ് വരുന്നത് അല്ലെ? ഞാൻ പറഞ്ഞു ടയർ 1, ടയർ 2 ഇത് രണ്ടും എല്ലാത്തിനും എന്താണ്? കോമൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ടയർ 1 and 2 എന്താണ്? എല്ലാത്തിനും കോമൺ ആണ്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല? വേറെ എക്സാംസിനനുസരിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ ഈ സെക്കൻഡ് ലെവൽ CBT നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ, അതായത് ടയർ 2 എക്സാംസ് നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഏതാണെന്ന് അറിയാമോ? ദർ ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഒരു CBAT എക്സാമും കൂടെ വരുന്നുണ്ട്. ഏതിനാണെന്ന് അറിയാവോ? ദോസ് ഹാവ് ഓപ്റ്റഡ്, നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റോ അല്ലെങ്കിൽ ട്രാഫിക് അസിസ്റ്റന്റ് പോസ്റ്റോ ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തും ഉണ്ടാകും? നിങ്ങൾക്ക് അവിടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകും. വിച്ച് മീൻസ് നിങ്ങളുടെ പേഴ്സണാലിറ്റി, അതുപോലെ ഇന്റലിജൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഡിഫറൻറ്റ് എക്സാംസ് എന്ത് ചെയ്യും? അവിടെ ആപ്റ്റിറ്റ്യൂഡ് എക്സാംസ്, നിങ്ങൾക്ക് ടെസ്റ്റ് ബാറ്ററീസ് കാണും അല്ലെ? ഡിഫറൻറ്റ് ടെസ്റ്റ് സീരീസ്, ടെസ്റ്റ് ബാറ്ററീസും കാര്യങ്ങളൊക്കെ നടക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു 2 പോസ്റ്റുകളിലേക്ക് ഏതൊക്കെയാണ്? സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ ട്രാഫിക് അസിസ്റ്റന്റും ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ CBT ടയർ 1 and 2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ എന്തും കൂടെ നടക്കും? ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെ അവിടെ നടക്കും. അവിടെ നിങ്ങൾക്ക് ക്വാളിഫൈ ആകാൻ വേണ്ടതെന്ന് വെച്ചാൽ യു ഹാവ് ടു സ്കോർ 42 മാർക്സ് ഇൻ ഈച്ച് ഓഫ് ടെസ്റ്റ് ബാറ്ററീസ്. എത്രയാണ്? 42 മാർക്ക് ഓരോ ടെസ്റ്റ് ബാറ്ററീസ്. ടെസ്റ്റ് ബാറ്ററീസ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതുപോലെ തന്നെ ഇന്റലിജൻസ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സ്കില്ലുകളോടെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ഓരോ എക്സാമിൽ നിങ്ങൾ 42 മാർക്സ് വെച്ച് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ദർ ഈസ് നോ റിലാക്സേഷൻ ഇൻ ദ മിനിമം സ്കോർ. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിലും OBC ആണെങ്കിലും അതുപോലെ SC/ST കാറ്റഗറി ഏതാണെങ്കിലും അവിടെ എന്തില്ല? മാർക്കിൽ റിലാക്സേഷൻ ഇല്ല. എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? ഈ 42 മാർക്സ് തന്നെ അവിടെ എന്ത് ചെയ്തിരിക്കണം? അവിടെ നേടിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ? ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റൂ. സോ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ്, ട്രാഫിക് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് നമുക്ക് അവിടെ എന്തും വരും. ദർ ആർ ഓൾസോ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നടക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതിന് ശേഷമാണ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് മെഡിക്കൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലൊക്കെ പോവുക. അപ്പൊ അടുത്ത നമുക്ക് വരുന്നത് ഇത് മാത്രമല്ല, അത് കൂടാതെ there is also ടൈപ്പിംഗ് ടെസ്റ്റും കൂടെ കാണും. ഒരു ടൈപ്പിംഗ് സ്കിൽ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും കാണും. ഇത് ഏതൊക്കെ എക്സാംസിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. നമ്മുടെ സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് പോസ്റ്റിനും അതുപോലെ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, ഈ 2 പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്തും കൂടെ വരും? ഈ ടയർ 1 and 2 എക്സാംസ് കഴിഞ്ഞതിന് ശേഷം, ടയർ 1 and ടയർ 2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ടൈപ്പിംഗ് ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് എന്തിലേക്ക് വരും? ഈ 2 പോസ്റ്റുകൾ ഓപ്റ്റ് ചെയ്തവർക്ക് ഈ ഒരു എക്സാമും കൂടെ നിങ്ങൾക്ക് എന്ത് കാണും? അവിടെ നടക്കുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് വ്യത്യാസം. ഞാൻ പറഞ്ഞല്ലോ ടയർ 1 and 2 എല്ലാത്തിനും എന്താണ്? കോമൺ ആണെന്നുള്ള ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഇത് കൂടാതെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും വരുന്നുണ്ട്, പിന്നെ നമുക്ക് ടൈപ്പിംഗ് ടെസ്റ്റും വരുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ അതുപോലെ ട്രാഫിക് അസിസ്റ്റന്റ് ഈ 2 പോസ്റ്റുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? സ്പെഷ്യലായിട്ടൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ അറിയാലോ പേ ലെവലിലെ വ്യത്യാസങ്ങളും ജോലിയുടെ സ്വഭാവത്തിലെ വ്യത്യാസമൊക്കെയാണ്. അറിയാലോ പേ സ്കെയിൽ ഇതിന് എല്ലാത്തിനും ഒരുപോലാണോ? അല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സ്ട്രാ നിങ്ങൾ എഫേർട്ട് ഇടേണ്ടി വരും. ഓക്കെ, പക്ഷേ എക്സ്ട്രാ എഫേർട്ട് അതിനുള്ള റിസൾട്ട് ഉണ്ടോ? ഉണ്ട്. അറിയാലോ, നമുക്ക് ആ പേ സ്കെയിലും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ചേഞ്ചസ് അതിനകത്തുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് വരുമ്പോൾ ഈ 2 പോസ്റ്റുകളിലേക്ക് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ആണെങ്കിലും ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പ്, അങ്ങനെ 2 ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ വരുന്നുണ്ട് ഗ്രാജുവേറ്റ് ലെവലിൽ. നോൺ ഗ്രാജുവേറ്റിൽ ഇത് വരും, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പോൾ ടൈപ്പിസ്റ്റ് വരുമ്പോഴത്തേക്ക് അവിടേക്ക് 2 എന്താണ്? നിങ്ങൾക്ക് ടയർ 1 and 2 കഴിഞ്ഞതിന് ശേഷം ഒരു ടൈപ്പിംഗ് ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെ? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എല്ലാ എക്സാംസിനും എന്താണ്? ഒരേപോലെയാണോ എക്സാം? അല്ല, ടയർ 1 and 2 മാത്രമാണ് കോമൺ വരുന്നത്. ടയർ 1 and 2 ആണ് കോമൺ വരുന്നത്. ബാക്കി നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന പോസ്റ്റിനനുസരിച്ച് അല്ലെ, നിങ്ങൾ ഏതാണോ ഓപ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണോ അതിനനുസരിച്ച് ഈ പാറ്റേണിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ എന്താണ്? ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു, നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് കളയാനായിട്ട് ടൈം ഉണ്ടോ? ഇല്ല. ഓൾറെഡി പഠിച്ചു തുടങ്ങിയവരുണ്ട്. ചിലർ ഇപ്പോഴും ഇനി നമ്മൾ അപ്ലൈ ചെയ്യട്ടെ എന്നിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ സമയം പോട്ടെ. അങ്ങനെയല്ല, നമ്മളറിയാലോ ഇയർലി എക്സാംസ് ആണ്. നമ്മൾ എത്രയും നേരത്തെ എഴുതി കയറുന്നോ അത്രയും നല്ലതാണ്. നമ്മൾ ഓരോ വലിയ വേക്കൻസീസ് ഓരോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇയർലി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ തവണ എത്ര വരും എന്നുള്ള കാര്യത്തിലൊക്കെ പിന്നെ നമുക്ക് എന്താണ് ഒരു ഇതാണ്. അപ്പൊ അങ്ങനത്തെ റിസ്കുകളിലേക്ക് ഒന്നും നിങ്ങൾ പോകാനായിട്ട് നിൽക്കണ്ട. ഈ ഒരു ഇയർലി എക്സാംസ് വരുമ്പോൾ എത്രയും നേരത്തെ നിങ്ങൾ എഴുതി കയറാൻ പറ്റുന്നോ അത്രയും നല്ലതാണ് അല്ലെ? സോ ഇനി എന്താണ്? സമയം കളയാനായിട്ടുണ്ടോ?
ഇല്ല. എത്രയും വേഗം പഠിച്ചു തുടങ്ങുക, പിന്നത്തേക്ക് വെക്കാതിരിക്കുക. ഡൈവേഴ്സ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. സോ ഈ ടയർ 1 ആണെങ്കിലും 2 ആണെങ്കിലും അത് നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് ഇത് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ NTPCയുടെ ഏറ്റവും പുതിയ ബാച്ച് ASB അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളവർ, അല്ലെങ്കിൽ ഇതുവരെയുള്ള പഠനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾ കറക്റ്റ് ട്രാക്കിലല്ല പോകുന്നതെന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ടൈം കളയാൻ നമ്മൾ ട്രാക്ക് മാറ്റേണ്ട സമയമാണ്. പഠിച്ചു തുടങ്ങി ആ ഒരു ട്രാക്കിലേക്ക് കയറി അടുത്ത ജോലി, അടുത്ത വർഷത്തേക്കുള്ള ലിസ്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട സമയമാണ് അല്ലെ. അതുപോലെ തന്നെ ഓൾറെഡി ഈ വർഷത്തെ ടയർ 1ന്റെ ടയർ 2 ഒക്കെ വന്നപ്പോഴത്തേക്ക് അതിൽ കിട്ടാത്തവരുണ്ടാവും. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങളെ പഠനം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട. നിങ്ങൾ ഓൾറെഡി ട്രാക്കിലാണ്, ചെറിയൊരു കറക്ഷന്റെ ആവശ്യമേ അത് ബേസ് ആക്കി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഒരു കാരണവശാലും ബ്രേക്ക് ഇടരുത്. ബ്രേക്ക് ഇട്ടാൽ വീണ്ടും നമ്മൾ ഒന്നേം തുടങ്ങേണ്ടി വരും. സോ ഈ ഒരു ട്രാക്കിൽ തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ആ ഒരു ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ സ്ക്രോളിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ്, അതിലേക്ക് വിളിക്കുക, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കൺസേൺസ് ഉണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കുക. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പിക് സെക്ഷൻസ് കാണും, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ മാക്സിമം നേരത്തെ നമ്മൾ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം PYQ ഓറിയന്റഡ് സെക്ഷൻസും റിവിഷൻസും എല്ലാം കൃത്യമായിട്ട് തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. സോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ടയർ 1 ടയർ 2 അങ്ങനത്തെ ടെൻഷൻസും കാര്യങ്ങളും നമ്മൾ രണ്ടിനും ഒറ്റ ലെവലിൽ നമ്മൾ പഠിച്ച് തന്നെ പോകുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്ന് വിളിക്കുക, ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസുമായിട്ട്, ഈ ഒരു NTPCയുടെ ഫർദർ ഡീറ്റെയിൽസുമായിട്ട് അപ്കമിങ് വീഡിയോസിൽ നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും സി യു, ടാറ്റ, ബൈ ബൈ.